ോടടുക്കുമ്പോൾ ഭൂമിയുടെ ഇടത്തുനിന്ന് വലത്തോട്ടുള്ള കറക്കം, നമ്മൾ കഅബ തവാഫ് ചെയ്യുന്ന കറക്കം, നമ്മൾ സഈ ചെയ്യുന്നത് പോലും അങ്ങനെയാണ്. സഫയിൽ നിന്ന് മറുവയിലേക്ക്, മറുവയിൽ നിന്ന് സഫയിലേക്ക്. ശരിക്കും ചിന്തിച്ചാൽ ഇടത്തുനിന്ന് വലത്തോട്ട് ഇങ്ങനെ തിരിയുന്ന പോലെ സഫീൻ തുടങ്ങി മറുവയിലേക്ക് അവസാനിക്കുന്ന സഈ, സഫാ മറുവിന്റെ ഇടയിലുള്ള നടത്തം പോലും കഅബ ചുറ്റുന്ന പോലെയാണ്. ഇടത്തുനിന്ന് വലത്തോട്ടാണ്. ഓരോ ആറ്റത്തിന്റെ ഉള്ളിലും, സയൻസ് പഠിക്കുന്ന മക്കൾ മനസ്സിലാക്കണം, ആറ്റത്തിന്റെ ഉള്ളിൽ ഇലക്ട്രോണുകളും പ്രോട്ടോണുകളും അതിന്റെ ഓർബിറ്റിലൂടെ കറങ്ങുന്നുണ്ട്. അവിടെ ബോറോയിങ് ലെൻഡിങ് നടക്കുന്നുണ്ട്, കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുണ്ട്. ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിനെ കേന്ദ്രമാക്കി കറങ്ങുന്നത് കഅബ തവാഫ് ചെയ്യുന്ന പോലെയാണ്. ഇടത്തുനിന്ന് വലത്തോട്ടാണ്. ഇതൊരു യൂണിവേഴ്സൽ ഫാക്റ്റാണ്. ഈ കറക്കം യൂണിവേഴ്സലാണ്. അല്ലാഹു നമുക്ക് തെരഞ്ഞെടുത്ത ഇബാദത്തും അങ്ങനെ തന്നെ. ആ ഭൂമിയോട് അല്ലാഹു ഇടത്ത് നിന്ന് വലത്തോട്ട് തിരിയുന്ന ഭൂമിയോട് വലത്ത് നിന്ന് ഇടത്തോട്ട് തിരിയാൻ പറഞ്ഞാൽ പിന്നെ സൂര്യോദയം കാണുന്നത് പടിഞ്ഞാറായിരിക്കും. അത് ലോകത്ത് ആദ്യമായി പ്രഖ്യാപിച്ചത് ഇസ്ലാമാണ്, മുസ്ലിമീങ്ങളാണ്. പരിശുദ്ധ ഹദീസിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുലൂഉശ്ശംസി മിൻ മഗ്രിബിഹാ, സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്ന അത്ഭുതം നടക്കും. അത് കണ്ടാൽ എല്ലാ അമുസ്ലിമും മുസ്ലിമാവാൻ നോക്കും. കാരണം ഈ പറഞ്ഞതൊക്കെ നമ്മൾ കാണുന്നില്ലേ? ഇങ്ങനെ ഒരു പ്രവചനം നടത്തി പുലർന്നത് ഏത് മതത്തിന് പറയാനുണ്ട്? തുലൂഉശ്ശംസി മിൻ മഗ്രിബിഹാ, സൂര്യൻ പടിഞ്ഞാറ് ഉദിച്ചു എന്ന് കേൾക്കുമ്പോഴേക്കും അത് ലോകത്ത് ഏതെങ്കിലും ഒരു രാജ്യക്കാർക്ക് ഉദിച്ചാൽ മതി. ഇപ്പോ എല്ലാവർക്കും ഉദിക്കണ്ട, ഒരൊറ്റ രാജ്യക്കാർക്ക് മതി. അമേരിക്കയിൽ ഉദിച്ചോ അല്ലെങ്കിൽ ഈസ്റ്റേൺ രാജ്യങ്ങളിൽ ഉദിച്ചോ, അപ്പോഴേക്കപ്പോഴേ ന്യൂസ് അവർ വന്നില്ലേ, ഹോട്ട് ന്യൂസ്. കൂട്ടരെ, ഈസ്റ്റേൺ രാജ്യക്കാരെ പുറപ്പെട്ട് ഉറങ്ങിക്കോളൂ, നിങ്ങൾക്കിന്ന് പകലില്ല, ഞങ്ങൾക്ക് ഇവിടെ ഉദിച്ചു കഴിഞ്ഞു, സൂര്യൻ പടിഞ്ഞാറെന്ന് ഉദിച്ചു. സർവ്വ ന്യൂസുകളും വരും അല്ലെ, ഹോട്ട് ന്യൂസ് അതായിരിക്കും. എക്സ്ക്ലൂസീവ് ന്യൂസുകൾ അതാണ്. വാട്സപ്പിലും ഫേസ്ബുക്കിലും ചർച്ച അതായിരിക്കും. അര ദിവസം ഉണ്ടാവുള്ളൂ. അര ദിവസം, ഹാഫ് ഡേ. അത് കഴിഞ്ഞാൽ സൂര്യൻ അവിടെ തന്നെ അസ്തമിക്കും, പിന്നെ കിഴക്ക് ഉദിക്കുകയും ചെയ്യുന്ന. ഇത് കണ്ടാൽ ഒരുപാട് ആളുകൾ മുസ്ലിമാകുന്നതാണ്. ഒരുപാട് ആളുകൾ മുസ്ലിമാകും. കാരണം ഇങ്ങനെ ഒരു അത്ഭുതം നടക്കുമെന്ന് പറഞ്ഞത് വിശുദ്ധ ഇസ്ലാം മാത്രമാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതേ, ഇത് കണ്ടിട്ടൊന്നും മുസ്ലിം ആവേണ്ട ഗതികേട് വേണ്ട. ഇത് കണ്ടിട്ട് നിങ്ങൾ മുസ്ലിം ആവണ്ട. لا تنفع نفسا إيمانها لم تكن آمنت من قبل أو كسبت في إيمانها خيرا. അതുവരെ മുസ്ലിമാവാത്തവർക്ക് പിന്നെ ഇസ്ലാമായിട്ട് കാര്യമില്ല. അതുവരെ വഴിതെറ്റി നടന്നിട്ട് പിന്നെ ആ ഒരു സംഭവം നടക്കുമ്പോഴേക്കും ഞാൻ നന്നാവട്ടെ പടച്ചോനെ, എനിക്ക് മരിക്കണം, എനിക്ക് ആഖിറം, എന്റെ റബ്ബിന്റെ മുമ്പിൽ വിചാരണ, നരകം, സ്വർഗം, ഇതൊന്നും പിന്നെ ചിന്തിച്ചിട്ട് അല്ലാഹു സ്വീകരിക്കൂല. അല്ലാഹു സ്വീകരിക്കൂല. എന്തേന്നറിയോ? പടച്ച തമ്പുരാൻ അങ്ങോട്ട് ഇറങ്ങി വന്ന എല്ലാവരും വിശ്വസിക്കൂലേ? ഇതെന്തിന്റെ ലോകമാണ്? പരീക്ഷണത്തിന്റെ ലോകമാണ്. ലിനബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. ഇതങ്ങ മഹാത്ഭുതം കണ്ടിട്ട് വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ അതിലെന്ത് അത്ഭുതം? ഇതൊന്നും ഇല്ലാതെ മുസ്ലിമീങ്ങൾ ചെയ്യുന്ന റിസ്ക് ഭയങ്കരമാണ്. നമ്മൾ ചെയ്യുന്ന റിസ്ക് ഭയങ്കര റിസ്ക് എടുക്കുന്നവരാണ് നമ്മൾ. നാളെ പരലോകത്ത് സ്വർഗമുണ്ടെന്ന് വിചാരിച്ചാ നമ്മൾ കള്ളുടിക്കാത്തത്. നാളെ പരലോകത്ത് സ്വർഗമുണ്ടെന്ന് വിചാരിച്ചിട്ടാ വ്യഭിചരിക്കാതിരിക്കുന്നത്. നാളെ പരലോകത്ത് റബ്ബിന്റെ മുമ്പിൽ സ്വർഗവും സ്വർഗീയ ആരാമങ്ങളും ഉണ്ടെന്ന് വിചാരിച്ച നമ്മൾ അമുസ്ലിമീങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ നമ്മൾ ചെയ്യാതിരിക്കുന്നത്, നമ്മൾ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നത് ഭയങ്കര റിസ്ക് അല്ലേ? ഭയങ്കര റിസ്ക് അല്ലേ നമ്മൾ എടുക്കുന്നത്? അവിടെ ഉണ്ട് ഇഖ്ബാലൊക്കെ പറഞ്ഞു, ബച്ചാരെ മുസൽമാനോ ഫഖത്ത് വഅദ യഹൂർ. ഇഖ്ബാല പറഞ്ഞത് വല്ലാത്തൊരു വാക്കാണ്. औरों के खजाने हैं मामूर, बेचारे मुसलमान को फकत वअदे हूर. बर्क गिरती है तो गिरती है बेचारे मुसलमान पर. എന്ത് അപകടം ഉണ്ടെങ്കിലും മുസ്ലിമിന്റെ തലക്ക്. അമുസ്ലിമീങ്ങളുടെ ഖജനാവുകളൊക്കെ നീ നിറച്ചു കൊടുത്തില്ലേ പടച്ചവനെ? ഓർ ബച്ചാരെ മുസൽമാനോ ഫഖത്ത് വഅദേ ഹൂർ. മുസ്ലിമിന് ഹൂറുൽ ഉണ്ട് എന്ന ഒരു വാഗ്ദാനം പടച്ച റബ്ബേ, ബാക്കിയുള്ളവർക്കൊക്കെ എല്ലാം കൊടുത്തു, ഇവിടെ തന്നെ ഞങ്ങൾക്ക് തരാമെന്ന് നീ വാഗ്ദാനം ചെയ്തു അല്ലേ എന്ന് ഇഖ്ബാൽ ചോദിക്കുന്നുണ്ട് ശിഖ്വയിൽ. ഈ റിസ്ക് എടുക്കുന്നതിന് അല്ലാഹു സ്വർഗം തരും. ഇത് വല്ലാത്ത റിസ്ക് ആണ്. ഇത് ഭയങ്കര റിസ്ക് എടുക്കാണ്. നമ്മള് കാണാത്തൊരു ലോകത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ഈ റിസ്ക് എടുക്കുന്നതിനാ സ്വർഗം. സ്വർഗം നമ്മൾ 3 ബെഡ്റൂം ഫ്ലാറ്റ് അല്ല എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. സ്വർഗം ലോകങ്ങളാണ് ഒരാൾക്ക് അല്ലാഹു നൽകാൻ പോകുന്നത്. സൂര്യൻ പടിഞ്ഞാറ് ഉദിച്ചാൽ ഇവരിത് ചെയ്യും. മസീഹു ദജ്ജാൽ വന്നു കഴിഞ്ഞാൽ ആളുകൾ വിശ്വസിക്കും. മസീഹു ദജ്ജാൽ എന്ന് പറയുന്ന മനുഷ്യനെ ലോകത്തെ
ജൂതന്മാർ ക്രിസ്ത്യാനികൾ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, മുസ്ലിമീങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ. പക്ഷേ നമുക്ക് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദജ്ജാലിനെ കുറിച്ച് വിശദമായി പറഞ്ഞു തന്ന പോലെ ഒരു നബിയും ഒരു സമൂഹത്തിനും പറഞ്ഞു കൊടുത്തിട്ടില്ല. ജൂതന്മാർ ഇന്ന് ഇസ്രായേൽ എന്ന രാജ്യമുണ്ട്. നമ്മൾ പറഞ്ഞു, ഇസ്രായേൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വെച്ച് പിടിപ്പിക്കപ്പെടുന്ന ഒരു വൃക്ഷമുണ്ട്, ഗർഖദ്. ഗർഖദ്, ആ വൃക്ഷത്തിന്റെ പേരെന്നതാ? ഗർഖദ്. ആ വൃക്ഷം നമ്മള് റോഡ് സൈഡിലൊക്കെ ചെടികൾ വെച്ച് പിടിപ്പിക്കൂലേ, പാർക്കിലൊക്കെ, അതുപോലെ ലക്ഷക്കണക്കിന്. ഡോക്ടർ ഉമർ അബ്ദുൽ കാഫിരിക്ക് പറയുണ്ടായി, എത്രയോ 16 മില്യണോ, ആ ചെറിയ രാജ്യത്തെ 16 മില്യണോളം ഗർഖദ് വൃക്ഷങ്ങൾ അവർ വെച്ച് പിടിപ്പിച്ചു കഴിഞ്ഞു. എന്താ സംഭവം എന്നറിയോ? ലോകത്ത് അവസാന ഒരു യുദ്ധം നടക്കാൻ പോകുന്നുണ്ട്, ഈസാ നബി അലൈഹിസ്സലാമിന്റെ കീഴിൽ മുസ്ലിമീങ്ങളും ജൂതന്മാരും തമ്മിൽ. അതിൽ ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിമീങ്ങൾക്ക് കിട്ടും. ജൂതന്മാർ അടിയറ പറയും, മുസ്ലിമീങ്ങൾ ജയിക്കും. ആ യുദ്ധം നടക്കുമ്പോ എല്ലാ വൃക്ഷങ്ങളും കല്ലുകളും മുസ്ലിമിന് അനുകൂലമായി സംസാരിക്കുന്ന കല്ല് പറയും, യാ മുസ്ലിം തആൽ, ഇങ്ങോട്ട് വാ മുസ്ലിമേ, എന്റെ പിന്നിൽ ജൂതൻ ഇരിക്കുന്നുണ്ട് എന്ന് വിളിച്ചു പറയും, ഒറ്റുകൊടുക്കും. ഇല്ലൽ ഗർഖദ, ഗർഖദ് എന്ന വൃക്ഷമല്ലാതെ, ഫഇന്നഹാ മിൻ ഷജരിൽ യഹൂദ്, അത് ജൂതന്മാരുടെ മരമാണ്, ആ മരം വിളിച്ചു പറയൂല. ഈ മരം മില്യൺ കണക്കിന് നട്ടുപിടിപ്പിച്ചു കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഈ പറയുന്ന ഹദീസിനെക്കാളും വലിയ വിശ്വാസം ജൂതന്മാർക്ക്. അവർ ഉറപ്പിച്ചു കഴിഞ്ഞു. അവര് മസീഹുദ് ദജ്ജാലിനെ വിളിക്കുന്ന പേരാണ് ആന്റി ക്രൈസ്റ്റ്, ഈസാ നബിയുടെ എതിരാളി. ഈസാ നബിയുടെ എതിരാളി, ആ വാക്കിന്റെ പേരെന്നതല്ലേ? ആന്റി ക്രൈസ്റ്റ്. ഈസാ നബിയുടെ എതിരാളി ആര് വിളിക്കുന്നു? ജൂതന്മാർ. ക്രിസ്ത്യാനികളും മസീഹുദ് ദജ്ജാലിനെ ഇന്ന് വിളിക്കുന്ന പേരെന്താ? ആന്റി ക്രൈസ്റ്റ് വരാനുണ്ട്. ജൂതന്മാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ആന്റി ക്രൈസ്റ്റ് വന്നാൽ ഞങ്ങൾ ലോകത്തിന്റെ ഭരണം ഏറ്റെടുക്കും, ഞങ്ങൾ ജയിച്ചടക്കും. ആന്റി ക്രൈസ്റ്റ് വന്നാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുമായിരുന്നു, മസീഹുദ് ദജ്ജാൽ ഈസാ നബി അലൈഹിസ്സലാമിനെ കണ്ടാൽ യദൂബു കമാ യദൂബുൽ മിൽഹു ഫിൽ മാ, വെള്ളത്തിൽ ഉപ്പ് ഡിസോൾവ് ആകുന്ന പോലെ, ഉപ്പ് ഉരുകിത്തീരുന്ന പോലെ ഈസാ നബിയെ കണ്ടാൽ ഈ മസീഹുദ് ദജ്ജാൽ എന്ന ദുഷ്ടനായ മനുഷ്യൻ ഉരുകിത്തീരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മസീഹുദ് ദജ്ജാലിനെ വധിക്കുന്നത് മഹാനായ ഈസാ നബി അലൈഹിസ്സലാമാണ്. ഈസാ നബിയാണ്. യഖ്തുലുഹു ഈസാ ഇബ്നു മറിയം, ഈസാ നബി, മറിയമിന്റെ പുത്രൻ ഈസാ നബി മസീഹുദ് ദജ്ജാലിനെ വധിക്കുക തന്നെ ചെയ്യും. എവിടെ വെച്ച്? ബിബാബ് ലുദ്, ലുദ് എന്ന നഗരത്തിന്റെ വാതിൽക്കൽ വെച്ചിട്ട്. ലുദ് ഇന്നത്തെ ഇസ്രായേലിലെ, പലസ്തീനികൾ എന്ന് പിടിച്ചടക്കിയ ഇന്നത്തെ ഇസ്രായേൽ എന്ന് പറയുന്ന ടെറിറ്ററിയിലെ പ്രധാനപ്പെട്ട നഗരമാണ് ലുദ്. ഇസ്രായേലിന്റെ എയർപോർട്ട് കിടക്കുന്ന ഭാഗം ലുദ്ദാണ്. ആ ലുദ്ദിൽ വെച്ചിട്ട് മസീഹുദ് ദജ്ജാലിനെ ഈസാ നബി പിടികൂടാ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈസാ നബി മസീഹുദ് ദജ്ജാലിനെ പിടിക്കുന്ന സ്ഥലം ഇന്ന് ഇസ്രായേലിന്റെ എയർപോർട്ട്. നബി തങ്ങൾ പറഞ്ഞു, അവൻ യാത്ര പുറപ്പെടാൻ നിൽക്കുന്ന നേരത്തായിരിക്കും ഈസാ നബിയെ പിടിക്കാൻ. വല്ല ഫ്ലൈറ്റും കയറി പോകാൻ നിൽക്കായിരിക്കും, എമിഗ്രേഷൻ കഴിഞ്ഞിരിക്കുന്ന നേരത്തായിരിക്കും ഈസാ നബി പിടിച്ച് കൊണ്ടുവരുന്നത്. ഈ രീതിയിൽ ആധുനികന് മനസ്സിലാകത്തക്ക രീതിയിൽ ഹദീസിന്റെ വചനങ്ങൾ ശരിക്കും പച്ചയിൽ പുലർന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. ആരാണ് മസീഹുദ് ദജ്ജാൽ? അവനിവിടെ ഉണ്ടോ? എന്താണ് അവന് സംഭവിച്ചത്? എന്താ നമുക്ക് കാണാൻ പറ്റാത്തത്? അവൻ ആരെങ്കിലും കണ്ടവരുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം, ആ ഗോത്രത്തിലെ 30ഓളം ആളുകൾ അവർ ഒരു യാത്ര പോവുകയാണ്. ആ യാത്രക്കാരിലുണ്ട് മഹാനായ സുഹാബി തമീമുദ് ദാരി റളിയല്ലാഹു അൻഹു. അപ്പോ 30ഓളം വരുന്ന ആളുകൾ, ലഖ്മ ജുദാം എന്ന ഗോത്രത്തിലെ 30ഓളം ആളുകൾ കടലിൽ യാത്ര പോയ ചരിത്രം സ്വഹീഹ് മുസ്ലിമിൽ കാണാൻ കഴിയും. സ്വഹീഹായ ഹദീസ്. ആ യാത്രക്കാരിലുണ്ട് മഹാനായ തമീമുദ് ദാരി റളിയല്ലാഹു അൻഹു. തമീമുദ് ദാരിയെ ഓർമ്മ വരണം. ആ സ്വഹാബിയാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് തറാവീഹ് നിസ്കാരം 20 റക്അത്ത് നിർവഹിക്കപ്പെട്ടപ്പോൾ ആ 20 റക്അത്ത് തറാവീഹിന് ഉമർ റളിയല്ലാഹു അൻഹു ഇമാം നിർത്തിയിരുന്ന സ്വഹാബി. 2 സ്വഹാബിമാരിൽ ഒരാൾ ഈ സ്വഹാബിയാണ് തമീമുദ് ദാരി റളിയല്ലാഹു അൻഹു. അദ്ദേഹം മുസ്ലിം ആവാനുണ്ടായ കാരണമാണ് പറയുന്നത്. ലഹ്മ ജുദാമ ഗോത്രത്തിലെ 30ഓളം ആളുകൾ കടലിൽ യാത്ര പോയി. അവരുടെ കപ്പലുകൾ തകർന്നടിഞ്ഞ് ഒരു ദ്വീപിലെത്തിപ്പെട്ട കഥയാണ് അവർ പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂലിനോട് വന്ന് പറഞ്ഞു കൊടുത്തു,
ഉമ്മുഹാനി റളിയല്ലാഹു അൻഹ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെല്ലാവരെയും പള്ളിയിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, എല്ലാവരും ഇരിക്കിൻ. മാ ദഅഉതുകും ലിറഹ്ബത്തിൻ വലാ ലിറഗ്ബ. നിങ്ങളെ പേടിപ്പിക്കാനോ സന്തോഷിപ്പിക്കാനോ ഒന്നുമല്ല ഞാനിപ്പോൾ വിളിച്ചത്. വലാകിന്ന തമീമനദ്ദാരി, പക്ഷേ തമീമുദ്ദാരി എന്ന ഈ ചെറുപ്പക്കാരൻ അഖ്ബറനി, എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞു തന്നു. ആ കാര്യങ്ങൾ ഞാൻ നിങ്ങളെ പഠിപ്പിച്ച അതേ വസ്തുതകളായി അദ്ദേഹം കണ്ടിരിക്കുന്നു. അത് പഠിപ്പിച്ചു തരാൻ, തമീമുദ്ദാരിയുടെ അനുഭവം നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് ഞാൻ നിങ്ങളെ വിളിപ്പിക്കുന്നത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസ്. ഇതെന്തല്ല ദഈഫല്ല, എന്തല്ല മൗദൂഉൻ തള്ളിക്കളയുന്ന ഹദീസൊന്നുമല്ല. എന്താ സ്ട്രോങ് ഹദീസാണ് സ്വഹീഹ് മുസ്ലിം. ഞങ്ങൾ യാത്ര പോയി. അങ്ങനെ ഞങ്ങളുടെ കപ്പൽ തകർന്നടിഞ്ഞ് ഞങ്ങൾ ഒരു വിജനമായ ദ്വീപിലേക്ക് കയറി ചെന്നു. ഞങ്ങളൊക്കെ ക്ഷീണിച്ചിട്ടുണ്ട്, തകർന്നിട്ടുണ്ട്. 30ഓളം ആളുകളായ അറബികൾ. അന്ന് അറബികൾ ഒരുപാട് യാത്ര ചെയ്യുന്ന ആളുകളാണ്, വോയേജസ്. ഒരു GPS സംവിധാനം ഇല്ലാതെ അവർ യാത്ര ചെയ്തത്. നമ്മുടെ കോഴിക്കോട് കാപ്പാടും കൊച്ചിയിലും നമ്മുടെ കൊയിലാണ്ടിയിലൊക്കെ അറബികൾ നടത്തിയ യാത്രയൊക്കെ എങ്ങനെയാ, എന്തൊരു അത്ഭുതമാണല്ലേ. നമുക്ക് പോകാൻ പറ്റും. ഇപ്പോൾ എല്ലാ സംവിധാനമുള്ള കപ്പലുണ്ട്. ഒന്നുമില്ല, പായക്കപ്പല് പോരല്ലേ, എവിടെ എത്തുന്ന എന്തറിയും. അങ്ങനെ ധൈര്യം കാണിച്ചൊരു സമൂഹം ഉണ്ടായതുകൊണ്ടാ അവരിലേക്ക് അല്ലാഹുവിന്റെ റസൂലിനെ പറഞ്ഞു വെച്ചതെന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അറബികൾ ചെയ്യുന്ന പോലെ ത്യാഗം ഒരു സമൂഹത്തിനും ചെയ്യാൻ പറ്റൂല എന്ന് അല്ലാഹുക്കറിയാം. അതുകൊണ്ട് നബി തങ്ങൾ അങ്ങോട്ട് അയച്ച് അവരെ കൊണ്ട് ലോകത്തിന്റെ ദഅവത്ത് എല്ലായിടത്തേക്കും അവരെത്തിച്ചു തന്നത് മാലിക് ദീനാർ തങ്ങളടക്കം. അങ്ങനെ വന്നവരല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ.